ഇനി അപ്പോൾ സ്വർണ്ണപാത്രം, വെള്ളിപ്പാത്രം, ആ സ്വർണം കൊണ്ടോ വെള്ളി കൊണ്ടോ ഓട്ടയടക്കപ്പെട്ട പാച്ച് വർക്ക് ചെയ്യപ്പെട്ട പാത്രങ്ങൾ അതും പാടില്ല എന്ന് പറഞ്ഞു. അതിനിടയ്ക്ക് ഒരു മസല പറഞ്ഞാണ്, അതുകൊണ്ട് ഒതു ചെയ്താൽ അത് കുളിച്ചാൽ ആ ശുദ്ധീകരണം സ്വഹിയാകും. അതിനടി പറഞ്ഞു പോയതാണ്. ഇനി പഴയതിലേക്ക് തിരിച്ചു വരാം. അതായത് സ്വർണ്ണപാത്രം പാടില്ല, വെള്ളിപ്പാത്രം പാടില്ല, അതുകൊണ്ട് റിപ്പയർ ചെയ്യപ്പെട്ടതും പാടില്ല. ഇല്ലാ ലൊബ്ബത്തൻ യസീറത്തൻ മിൻ ഫില്ലത്തിൻ ലിഹാജത്തിൻ. ഇല്ലാ ലൊബ്ബത്തൻ യസീറ, ചെറിയ എന്തെങ്കിലും ഒക്കെ ഒരു ചെറിയ കഷ്ണം വെച്ചത്, ഒരു ചെറിയൊരു ഓട്ടയടിച്ചത് ഒക്കെ ഒഴികെ, യസീറത്തൻ ചെറിയ ചുരുങ്ങിയ രൂപത്തിലുള്ള, മിൻ ഫില്ലത്തിൻ വെള്ളിയാൽ, ലിഹാജത്തിൻ ആവശ്യത്തിനു വേണ്ടി. ഒരു അനിവാര്യ ഘട്ടത്തിൽ വെള്ളി കൊണ്ട് ഒരു പാത്രത്തിൽ ചെറിയൊരു ഓട്ടുണ്ടായി, അപ്പോൾ അവിടെ ഒന്ന് കണ്ട് വെള്ളി തോണ്ടി കൊടുത്തു. അങ്ങനെയുള്ള ചെറിയതൊക്കെ ആണെങ്കിൽ അതിന് ഒഴിവുണ്ട്. അത് ഈ പറയപ്പെട്ട ഹറാം അതിന് ഉണ്ടാവുകയില്ല എന്നാണ് അതിനെ കൂടുതൽ മസലയായിക്കൊണ്ട് പറഞ്ഞിരിക്കുന്നത്. അവിടെ 4 നിബന്ധനയാണ് പറഞ്ഞത്. ഈ പറഞ്ഞ വാചകത്തിൽ 4 നിബന്ധന കിട്ടി. ഒന്ന്, എന്ത് ചെയ്യണം? ഒരു ഓട്ടയടച്ചതായിരിക്കണം. അല്ല പാത്രം ഉണ്ടാക്കിയപ്പോൾ കുറച്ച് ഭാഗം വെള്ളി പിടിപ്പിച്ചു, അത് പറ്റൂല. ഒരു പാത്രം ഉണ്ടാക്കുമ്പോൾ തന്നെ ഒരു വെള്ളി കൊണ്ടാണ് ആദ്യം ഒരു ഭാഗം, ഒരു കാത്, ഒരു പിടി ഒക്കെ വെള്ളി കൊണ്ട് കൊടുത്തു, അത് പറ്റൂല. എന്നാൽ ഈ പാച്ച് വർക്കിന്റെ ഭാഗമായി തന്നെ ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു ഓട്ടയടക്കൽ അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ പ്രശ്നമില്ല. 2, അത് തന്നെ യസീറത്ത് എന്നത് വളരെ ചുരുങ്ങിയ രൂപത്തിലായിരിക്കണം. 3, മിൻ ഫില്ലത്തിൻ, വെള്ളിയാവണം. അപ്പോൾ സ്വർണ്ണമാണെങ്കിൽ പറ്റൂല, സ്വർണത്തിന് ആ ഇളവില്ല, വെള്ളിക്കാണ് ആ ഇളവുള്ളത്. 4, ലിഹാജത്തിൻ, ഒരു ആവശ്യത്തിന് വേണ്ടി ആയിരിക്കാം. അപ്പം അലങ്കാരത്തിന് വേണ്ടിയാണെങ്കിൽ പറ്റൂല. അലങ്കാരത്തിന് വേണ്ടി വെള്ളിന് ചെറിയ എന്തെങ്കിലുമൊക്കെ ഇത് കൊടുത്തു, അത് പറ്റൂല. ആവശ്യത്തിന് വേണ്ടി ആയിരിക്കണം. ഈ 4 നിലക്ക് ഒത്തു വന്നാൽ അത് പറ്റും. അത് പറ്റുന്ന പറയാൻ തെളിവ്, നബിതങ്ങളുടെ ഒരു ചെറിയ പാത്രം ഉണ്ടായിരുന്നു. ആ പാത്രം ഒരൽപ്പം പൊട്ടിയപ്പോൾ നബിതങ്ങൾ ആ പൊട്ടിയ ഭാഗത്ത് വെള്ളിയുടെ ചെറിയൊരു കണ്ണി നബി അവിടെ വെച്ചു കൊടുത്തു എന്ന് സ്വഹിയായി ഇമാം ബുഖാരി മറ്റു മുദ്രിക്കുന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് ഈ മസ്അല പണ്ഡിതന്മാർ മനസ്സിലാക്കിയത്. അപ്പോൾ അവിടെ വെള്ളി കൊണ്ടാണ് ഉപയോഗിച്ചത്. നബിയുടെ ചെറിയ പാത്രമാണ്. ആ പാത്രത്തിൽ തന്നെ ചെറിയൊരു പൊട്ട് വന്നപ്പോഴാണ് അത് ചെയ്തത്. അപ്പോൾ ആ ഒരു ഹദീസിൽ നിന്നാണ് ഈ 4 നിബന്ധനയോട് കൂടി ആണെങ്കിൽ അതിന് ഇളവുണ്ട്. ഹറാമാണെങ്കിൽ നബി ചെയ്യൂലല്ലോ, ഹറാമാണെങ്കിൽ ചെയ്യൂല, അതുകൊണ്ട് നബി ചെയ്തല്ലോ, അപ്പം അതൊരു ഇളവുണ്ട് എന്നാണ് ഈ ഹദീസിൽ നിന്ന് പണ്ഡിതന്മാർ മനസ്സിലാക്കിയത്. അതിന് ഒരുപാട് ചർച്ച വേറെ പോകുന്നുണ്ട്. അപ്പം ഇത് പിന്നെ അങ്ങനെ വെള്ളി പറ്റുമെങ്കിൽ അതേപോലെ സ്വർണം പറ്റൂലേ എന്ന് ഒരു ചോദ്യം അവിടെ ഉന്നയിച്ചവരുണ്ട്. നബി ഉപയോഗിച്ചത് വെള്ളിയാണ് ശരി, എന്നാലും ഹറാമായ വെള്ളി അങ്ങനെ ഉപയോഗിച്ചുവെങ്കിൽ അപ്പം ഹറാമായ സ്വർണം അങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാമല്ലോ എന്ന് ന്യായം പറഞ്ഞവരുണ്ട്. പക്ഷെ നബി ഉപയോഗിച്ചൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് നബി ഉപയോഗിച്ചത് വന്നത് വെള്ളിയാണ്, അതുകൊണ്ട് വെള്ളിയാണ് നമുക്ക് പറ്റുള്ളൂ. മാത്രമല്ല സ്വർണത്തിനേക്കാൾ പൊതുവെ ഗൗരവം കുറവാണ് വെള്ളിക്ക്. സ്വർണം ഹറാമായ അത്ര ഗൗരവമില്ല വെള്ളിയുടെ കാര്യത്തിൽ. അതുകൊണ്ട് കൂടി നബിതങ്ങൾ വെള്ളി ഉപയോഗിച്ചു എന്ന് വന്നാൽ നമുക്ക് വെള്ളി ഉപയോഗിക്കാം എന്ന് പറയാം എന്നല്ലാതെ മറ്റൊന്നുമില്ല. അതേപോലെ ആവശ്യത്തിന് വേണ്ടി എന്ന് പറഞ്ഞ ആ പാത്രം പൊട്ടിയപ്പോഴാണ്, ഓട്ടയായപ്പോഴാണ് നബി ഉപയോഗിച്ചത്, അല്ലാതെ ഉപയോഗിച്ചിട്ടില്ല. അപ്പം അങ്ങനത്തെ ഒരു ആവശ്യഘട്ടത്തിലാണ് ഉപയോഗിക്കാൻ പറ്റുക എന്ന് ഇതിൽ നമുക്ക് മനസ്സിലാക്കാം എന്നാണ് അതിനൊക്കെ ന്യായമായി പറയുന്നത്. അല്ലാഹു അഅലം. ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ, തൊഹറത്ത് സ്വഹിയാ വന്നിട്ടുള്ളൂ, സ്ഥിരമാനും പാടില്ല. ഉപയോഗിച്ചാൽ ഒന്നു ശരിയാകുമോ? ഉപയോഗിക്കൽ ഒന്ന്, ഉപയോഗിച്ചാൽ ശരിയാവില്ല മറ്റൊന്ന്. ഉപയോഗിക്കൽ ഹറാം, നമ്മൾ മേലെ പറഞ്ഞല്ലോ. ഇത്തിഹാദും ഇസ്തിമാലും അക്ലു വശുർബും നമ്മൾ പറഞ്ഞു, അത് പാടില്ല. ഏതേ അതെ, അതുകൊണ്ടാണ് അവിടെ ആ ചർച്ച പറഞ്ഞത്, ആ ഖിലാഫ് പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പോൾ ഇത്തിഹാദിൽ തരാൻ പറ്റുമോ? അത് ഇത്തിഹാദിനാണ്. ഇത്തിഹാദ് അങ്ങനത്തെ പാത്രം ഉണ്ടാക്കൽ, അതിനാണ് തെളിവായിട്ട് അത് പറഞ്ഞത്. ഇത് റിപ്പയറിംഗ് ആണ്. ഇത് പാത്രം വെള്ളിയല്ല, എന്നാൽ ഉള്ള പാത്രത്തിൽ റിപ്പയറിംഗ് നടത്തിയതാണ് ഈ സംഭവം വന്നത്.